അജിത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ പൂജാമുറിയിൽ എൻ്റെ ഈശ്വരന്മാരെ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എനിക്ക് ഇന്ന് ഗുരുപൂർണിമയാണ്. നമുക്ക് എല്ലാവർക്കും ഗുരുപൂർണിമയാണ്, വ്യാസപൂർണിമയാണ്, പൗർണമിയൊക്കെയാണ്, ബുധനാഴ്ചയാണ്. അപ്പോൾ ഒന്ന് അതിവിശേഷമായ വിശിഷ്ടമായ ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അഗസ്ത്യമുനിയെ കുറിച്ച് എനിക്ക് സംസാരിക്കണം തോന്നി. ശരിക്കും പറഞ്ഞാൽ ഈശ്വരന്മാരുടെയും നമ്മളുടെ എല്ലാവരുടെയും ഗുരുക്കന്മാരിൽ പ്രധാനിയാണ്, ഗുരുവാണ്. അപ്പോൾ നമ്മുടെ ഗുരുവായിട്ട് കരുതപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അഗസ്ത്യമുനിയെ കുറിച്ച് ഒന്ന് സംസാരിക്കണം തോന്നിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഫോൺ ഇങ്ങനെ, അതായത് എൻ്റെ ക്യാമറ ഇങ്ങനെ തിരിച്ചു വെച്ച് നമ്മുടെ അഗസ്ത്യമുനി എൻ്റെ ദൈവങ്ങളെ കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം അഗസ്ത്യമുനി ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷവും അതിനു മുൻപും അഗസ്ത്യമുനിയുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ചുള്ള കഥകൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നിയത്, ഞാൻ ദിവസവും ചൊല്ലിയിരുന്ന എൻ്റെ ലളിതാ സഹസ്രനാമം അദ്ദേഹമാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്, അദ്ദേഹമാണ് രചിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സത്യം നാം തിരിച്ചറിഞ്ഞപ്പോഴാണ് എനിക്ക് അഗസ്ത്യമുനിയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ഒരു അടുപ്പം എനിക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ രണ്ടാമത്, നമ്മള് രാമരാവണ യുദ്ധത്തില് നമ്മുടെ രാമായണ കാലഘട്ടത്തില് രാമരാവണ യുദ്ധത്തില് രാമനെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടായാലും നമുക്ക് നമ്മുടെ രാവണനെ എങ്ങനെ വധിക്കണം എന്നുള്ളത് രാമന്, അതായത് ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുത്തത് അഗസ്ത്യമുനിയാണ്. അപ്പോ അങ്ങനെ പല കഥകളിലും അഗസ്ത്യമുനിയുടെ ഒരു ചരിത്രം നമ്മളിങ്ങനെ കെടുക്കുകയാണ് അവിടെ. അപ്പൊ അതിന്റെ ഒരു ഭാഗം നമുക്ക് കേൾക്കുമ്പോൾ നമ്മളുടെ ഈശ്വരവിശ്വാസികളായി നമ്മളിലേക്ക് അഗസ്ത്യമുനിയുടെ ഒരു ശക്തി, നമ്മളുടെ ഒരു ചൈതന്യമൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ നിറഞ്ഞു വരും. അപ്പോ അത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അഗസ്ത്യമുനിയെ ഇങ്ങനെ ഫോട്ടോയിൽ മാത്രമാണ് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് പഴനി ചെന്നപ്പോൾ ഞാനും ഏട്ടനും കൂടി ഒരിക്കൽ പഴനി ചെന്ന സമയത്താണ്, പഴനിയിൽ വെച്ചിട്ടാണ് അഗസ്ത്യമുനിക്ക് ഒരു കോവില്, അവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞാൻ അറിയുന്നു. ഇത് അഗസ്ത്യമുനി, അങ്ങനെയാണ്. പിന്നെ ഫസ്റ്റ് ഞാൻ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ നമ്മള് ബാലരമാമർ ചിത്രകഥയിൽ ഇങ്ങനെ കുറെ പുരാണ കഥകളൊക്കെ വരുമല്ലോ. അപ്പൊ ഈ ഫോട്ടോ സഹിതം നമ്മുടെ കാവേരി നദി കുടത്തില് കൊണ്ടു നടന്ന് ഒഴുകി പോകുന്ന അങ്ങനത്തെ ഒരു കഥയുണ്ടല്ലോ, അഗസ്ത്യമുനിയുടെ ഒരു കഥ പണ്ട് അമർ ചിത്രകഥയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചിത്രങ്ങളോട് കൂടിയിട്ടാണല്ലോ അങ്ങനെ വെള്ളം ഒഴുകി പോകുന്നു. അതൊക്കെ എന്റെ മനസ്സിന് കൂടുതൽ വന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ആരാണ് ഈ അഗസ്ത്യമുനി ആരാണെന്നുള്ളത് നമുക്കൊന്ന് പറയാതെ പറ്റില്ലല്ലോ. അതായത് നമ്മള് ശരിക്കും നമ്മുടെ ഒരു ഋഷിയാണ്, അതായത് പ്രസിദ്ധമായ ഒരു ഋഷിയാണ്, ചിരഞ്ജീവിയാണ് അഗസ്ത്യമുനി കേട്ടോ. അഗസ്ത്യമുനിയുടെ പല പൗരാണിക കഥകളും പ്രചാരത്തിലുണ്ടായാലും ഉർവശിയുടെ മകനാണ്. അതായത് അപ്സരസിന് സൗന്ദര്യം കണ്ടു, ഉർവശി എന്ന അപ്സരസിന്റെ സൗന്ദര്യം കണ്ടിട്ട് നമ്മളുടെ മിത്രനും വരുണനും ഉണ്ടായ കുഞ്ഞാണ് ധാതുസ്ഖലനം എന്നാണ് അതിനെ പറയാ. അതായത് ഒരു കുംഭത്തിൽ നിന്നാണ് അഗസ്ത്യമുനി ഉണ്ടായതെന്നാണ് കേട്ടോ നമ്മൾ കഥകളിൽ പറയപ്പെടുന്നത്. അപ്പോ അദ്ദേഹത്തിന് പല പേരുകളും, അതുകൊണ്ട് തന്നെ പല പേരുകളുണ്ട്. കുംഭജൻ, കുംഭസംഭവൻ, ഗഡോദ്ഭവൻ, അങ്ങനെ കുംഭത്തിൽ നിന്ന് ഉദ്ഭവിച്ചതുകൊണ്ട് തന്നെ അത് മാതാപിതാക്കളുടെ നാമമായിട്ടും അദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. മൈത്രാവരുണി, ഉർവശീയൻ, പർവതം, കുടം എന്നീ പല പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ശ്രമിച്ചതിന് ശേഷം ഇതാണ് എന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നിയപ്പോൾ നമ്മൾ അതായത് നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് ചരിതകൾ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചോച്ചേരിക്കുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ പോയിട്ടുള്ളതും അവിടെ കണ്ടിട്ടുള്ള ഒരു കഥയെ കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ അവിടെയും ഒരു പൂജകൾ ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പണ്ട് കാടായിരുന്നു. ആ കാടിരിക്കുന്ന സ്ഥലത്ത് അഗസ്ത്യമുനി എത്തുകയും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അഗസ്ത്യമുനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കഥകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പരമ്പരാഗതമായി
ചികിത്സകളുണ്ടല്ലോ, അതുപോലെ ആയുർവേദ ചികിത്സകള്, ആയോധന കലകളിലെല്ലാം അഗസ്ത്യമുനിയുടെ അതായത് അഗസ്ത്യമുനിയാൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ എല്ലാം എന്ന് നമ്മൾ പറയപ്പെടുന്നു കേട്ടോ. അഗസ്ത്യമുനിയുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും അഗസ്ത്യമുനിയുടെ രചനകളും അടങ്ങിയിട്ടുണ്ട്. അതായത് സമ്പ്രദായവും ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ സൃഷ്ടിച്ചത് നമ്മളുടെ എന്താ പറയാ അഗസ്ത്യമുനിയാണെന്ന് പറയപ്പെടുന്നു. അതുപോലെ ഋഗ്വേദത്തിലും അതുപോലെ ഹൃദയത്തിന്റെ ഒക്കെ ആദിത്യ ഹൃദയത്തിന്റെ ഒക്കെ ഭാഗങ്ങളിലൊക്കെ അഗസ്ത്യമുനി പുണ്യസ്തുതികളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പിന്നെ അതിലൊരു വലിയൊരു വേറൊരു കഥയില് നമുക്ക് പറയുന്നുണ്ട്, നമ്മുടെ ശിവപാർവതിയുടെ വിവാഹവേളയിലുണ്ടല്ലോ ഭൂമിയെ സന്തുലിതമാക്കാനായിട്ട് ശിവൻ ദക്ഷിണേന്ത്യയിലേക്ക് അയച്ചത് അഗസ്ത്യമുനിയെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും ഒരു കഥ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുമായിട്ടും ഒരുപാട് എന്താ പറയുക ഒരുപാട് നമ്മുടെ ഹിന്ദു ഘടകങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അഗസ്ത്യമുനി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗുരു പൗർണമിയുടെ ദിവസം നമുക്ക് നമ്മളുടെ ഈ അഗസ്ത്യമുനി അല്ലാതെ നമ്മൾ ആരെയാണല്ലേ കൂടുതൽ ആരാധിക്കുക. അപ്പൊ അഗസ്ത്യമുനിയെ കുറിച്ച് എനിക്ക് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നും ഒക്കെ അദ്ദേഹത്തെ നമുക്ക് പറയപ്പെടാട്ടോ. ഒരുപാട് അദ്ദേഹത്തിന്റെ ഇതിഹാസങ്ങളും പുരാണ കഥകളൊക്കെ ഒത്തിരി ഉണ്ട്. അഗസ്ത്യകൂടം എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ, അതൊക്കെ അദ്ദേഹം ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒത്തിരി കഥകളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പത്നിയുണ്ട്, അദ്ദേഹത്തിന്റെ പത്നിക്കും സ്ഥാനമുണ്ട് കേട്ടോ. അഗസ്ത്യനും ലോപമുദ്രയും എന്നാണ്. അതായത് അതൊരു മന്ത്രം തന്നെയുണ്ട്, ഞാൻ അത് ഇപ്പൊ പറയുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് പഞ്ചദശി മന്ത്രം ലോപമുദ്രയ്ക്ക് വശമുണ്ടായിരുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. ലോപമുദ്ര അതായത് വിദൂഷികയായിരുന്നു, അതായത് വേദ കാലഘട്ടത്തില് വിദൂഷികയായിരുന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ജീവിത പങ്കാളിയാണ്. ഹൈന്ദവ വധയുടെ അതായത് ശാക്തീയ പാരമ്പര്യത്തിന്റെ പഞ്ചദശി മന്ത്രം ലോപമുദ്രയ്ക്ക് വശമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അഗസ്ത്യമുനിയും ലോപമുദ്രയും അതായത് അദ്ദേഹത്തിന്റെ പത്നിയും ചേർന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ചിരഞ്ജീവിയായിട്ട് ഇപ്പോഴും നമ്മുടെ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് കേട്ടോ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇന്ന് നമ്മുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എനിക്ക് തോന്നി എന്തോ ഒരു കുറേ നാളെ ചേട്ടൻ പറയുന്നത് എന്താ അഗസ്ത്യമുനിയെ കുറിച്ച് പറയാത്ത. ചേട്ടൻ ഭയങ്കര വിശ്വാസമാണ് അഗസ്ത്യമുനിയെ കുറിച്ച്. അഗസ്ത്യമുനി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിശ്വാസമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും ആത്മീയമായിട്ട് അദ്ദേഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കുറച്ചെങ്കിലും പൂജകൾ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് അറിയാനൊക്കെ ആയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് പറയും. അതും ഈ ഗുരുപൂർണിമ ദിവസം, ഈ വ്യാസപൂർണിമ ദിവസം തന്നെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഗുരുപൂർണിമ ദിവസം നേരുന്നു. അജിന്റെ പിടിച്ച ഫാമിലിയുള്ള സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.